2024-25 ഇന്ത്യൻ ക്രിക്കറ്റ് സീസണ് ദുലീപ് ട്രോഫിയോടെ തുടക്കമാവുകയാണ്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ദുലീപ് ട്രോഫിയിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യ A, B, C, D എന്നിങ്ങനെ 4 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നടക്കാനിരിക്കുന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഇത്തവണ ദുലീപ് ട്രോഫിയിൽ മത്സരിക്കുന്നുണ്ട്. ദുലീപ് ട്രോഫിയിൽ ഇത്തവണത്തെ 4 ടീമുകളും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ തുടങ്ങാനിരിക്കെ ആരാധകരെ നിരാശരാക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൂര്യകുമാർ യാദവ് ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ടിൽ കളിക്കില്ല എന്നതായിരുന്നു ആ വാർത്ത. ബുച്ചി ബാബു ടൂർണമെന്റിൽ കളിക്കുന്നതിനിടെ പരിക്ക് പറ്റിയതാണ് സൂര്യകുമാർ യാദവിന് തിരിച്ചടിയായത്. പരിക്കേറ്റ താരത്തിന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ദുലീപ് ട്രോഫിയിൽ ഋതുരാജ് ഗേക്കാത്ത് നയിക്കുന്ന ഇന്ത്യ C ടീമിലായിരുന്നു സ്കൈയെ ഉൾപ്പെടുത്തിയിരുന്നത്. സ്കൈ പരിക്കേറ്റ് പുറത്താണെങ്കിലും അദ്ദേഹത്തിന് പകരക്കാരനായി എത്താൻ ഒട്ടേറെ സൂപ്പർ താരങ്ങൾ പുറത്തുണ്ട്. മലയാളി താരം സഞ്ജു സാംസണും അതിലെ പ്രധാനികളിൽ ഒരാളാണ്. സ്കൈക്ക് പകരം ദുലീപ് ട്രോഫിക്കുള്ള ഇന്ത്യ C ടീമിലെത്താൻ സാധ്യതയുള്ള 4 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. സഞ്ജു സാംസണെ ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ സ്കൈ പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ സഞ്ജുവിനെ ടീമിലേക്ക് സെലക്ടർമാർക്ക് പരിഗണിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 62 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സഞ്ജു 38.54 ബാറ്റിംഗ് ശരാശരിയിൽ 3623 റൺസ് നേടിയിട്ടുണ്ട്. 10 സെഞ്ചുറികളും 16 അർദ്ധ സെഞ്ചുറികളും താരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട്. സഞ്ജു സാംസനെ പോലെ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ നിന്ന് തഴയപ്പെട്ട നിർഭാഗ്യവാനായ താരമാണ് റിങ്കു സിംഗ്. എന്നാൽ ഇപ്പോൾ സ്കൈ പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ റിങ്കു സിംഗിനും ദുലീപ് ട്രോഫി ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. T20 സ്പെഷ്യലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും കിടിലൻ റെക്കോർഡുള്ള താരമാണ് റിങ്കു സിംഗ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 47 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 3173 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 7 സെഞ്ചുറികളും 20 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് കരുൺ നായർ. എന്നാൽ ദേശീയ ടീമിൽ അർഹിച്ച സ്ഥാനമോ പരിഗണനയോ പിന്നീട് കരുൺ നായരിന് ലഭിച്ചിട്ടില്ല. എന്നാൽ സമീപകാലത്ത് കിടിലൻ ഫോമിലാണ് താരം. ഇക്കഴിഞ്ഞ മഹാരാജ ട്രോഫിയിൽ മൈസൂരു വാരിയേഴ്സിനായി സ്വപ്ന ഫോമിൽ കളിച്ച താരം അവരുടെ കിരീട നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്കും വഹിച്ചിരുന്നു. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ കരുൺ നായർ ദുലീപ് ട്രോഫിയിൽ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. അതുപോലെ മധ്യപ്രദേശിൽ നിന്നുള്ള ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യരും ഇത്തവണത്തെ ദുലീപ് ട്രോഫി സ്ക്വാഡിൽ സ്ഥാനം അർഹിച്ചിരുന്ന കളിക്കാരനാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം തഴയപ്പെട്ടു. കഴിഞ്ഞ രഞ്ജി സീസണിൽ 500 റൺസിന് മുകളിൽ നേടി മികച്ച പ്രകടനമായിരുന്നു വെങ്കടേഷ് അയ്യർ പുറത്തെടുത്തത്. നിലവിൽ പേസ് ബൗളിംഗ് ഓൾറൗണ്ടർമാർക്ക് ക്ഷാമം നേരിടുന്ന ടീമാണ് ഇന്ത്യ. വെങ്കടേഷ് അയ്യറിനെ പോലെയുള്ള താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ BCCI തയ്യാറാകണം എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്.